കഴിഞ്ഞ ദിവസം കട്ട് ചെയ്ത ഫ്രോക്കാണ്. നമ്മളിപ്പോൾ സ്റ്റിച്ചിങ് തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ ഫ്രണ്ട് പോർഷൻ എടുത്തിരിക്കുന്നത്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതാണ് നമ്മുടെ ഏറ്റവും മേലെ വരേണ്ട മെറ്റീരിയൽ. ഇത് നല്ല വശത്തേക്ക് നമ്മൾ സാറ്റിൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, സാറ്റിൻ്റെ ഗ്ലേസിങ് ഉള്ള ഭാഗമാണ് ഈ നല്ല തുണിയുടെ അടുത്തേക്ക് യോജിച്ചിരിക്കേണ്ടത്. അതായത് ഇങ്ങനെ വരുമ്പോൾ ഇതാണ് ഉടുപ്പിൻ്റെ നല്ല ഭാഗം. അപ്പോൾ ഈ മെറ്റീരിയലിൻ്റെ തൊട്ടടിയിൽ സാറ്റിൻ്റെ നല്ല ഭാഗം വരണം. സാറ്റിനെ അങ്ങനെ മറച്ച് വെച്ചിട്ട് നമ്മൾ പിന്നെ കോട്ടൺ വെക്കണം. ഇതാണ് നമ്മുടെ അളവ്. അപ്പം ഇങ്ങനെ ഇതിൻ്റെ 4 ഭാഗം നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഫ്രണ്ട് ഭാഗം ലൈനിങ് പിടിപ്പിച്ചു. അതിനുശേഷം ബാലൻസ് ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. ഇതുപോലെ തന്നെ ബാക്ക് പോർഷനും ലൈനിങ് പിടിപ്പിച്ചൊക്കെ കട്ട് ചെയ്ത് കളയാം. അത് ഞാനിനി കാണിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ലൈനിങ് പിടിപ്പിക്കൽ കഴിഞ്ഞു കേട്ടോ. ഫ്രണ്ടും ബാക്കും ലൈനിങ് പിടിപ്പിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിവിടെ ടക്കിനെ അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ, 3 ലെയറുള്ള കാരണം നമ്മൾ ഒറ്റയടിക്ക് ടക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ പൊള്ളയ്ക്കും. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ഒരു എളുപ്പവഴിക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരുന്നതാണ്. ഈ ടക്കിൻ്റെ അവിടെ നമ്മൾ ആദ്യം വെറുതെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഞാൻ അടിച്ചിടാൻ പറഞ്ഞത് ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ അഴിച്ചുപണി വരാതിരിക്കാൻ, കറക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു എളുപ്പവഴി പറഞ്ഞു തന്നത് മാത്രം. ഇത് നമ്മൾ 1/2 ഇഞ്ചാണ് നമ്മൾ ടക്കിന് വേണ്ടി കൂടുതൽ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അത്രയും സ്ഥലം തന്നെ ഇതിന് പോകാൻ പാടുള്ളൂ. അങ്ങനെ നമ്മളിവിടെ ഈ 4 സ്ഥലത്തും നമ്മൾ ഇതുപോലെ ടക്ക് അടിച്ചിടുക. അപ്പോൾ ഇനി നമ്മൾ കഴുത്തിന് കനം കുറഞ്ഞ ക്യാൻവാസിൽ കഴുത്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചത് ബാക്ക് ഞാൻ റൗണ്ടായിട്ടാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ സെൻറ്റർ കട്ട് ചെയ്തിട്ട് നമുക്ക് ബാക്കിൽ ഓപ്പൺ ഉള്ളതുകൊണ്ട് 2 സൈഡിലേക്കായിട്ട് വെച്ചു. ഇനി ഇതിൻ്റെ ചുറ്റും ഈ കൂടുതൽ നിൽക്കുന്ന തുണി നമ്മൾ ഇങ്ങനെ മടക്കിയടിക്കുക. അപ്പം നമ്മൾ കഴുത്തിൻ്റെ സ്റ്റിഫ് വയ്ക്കാൻ പോകണം കേട്ടോ. കഴുത്തിൻ്റെ വൈഡ് 2.25 ഇഞ്ച് പ്ലസ് 3/4 ഇഞ്ച് സിബിനുള്ള സ്ഥലം. അപ്പോൾ ഈ സ്റ്റിഫ് ഒട്ടിച്ചപ്പോൾ അതുപോലെ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. കഴുത്തിൻ്റെ വൈഡ് കഴിഞ്ഞ് സിബിനുള്ള സ്ഥലം, അത്രയും സ്ഥലത്ത് ഞാൻ തുണി കൂടുതലിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റിഫാണ് നമുക്ക് അടയാളം. ഇവിടെ 2.25 ഇഞ്ചിൽ ഞാൻ വിട്ടിട്ടുണ്ട്. അവിടേക്ക് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ സ്റ്റിഫിനോട് ചേർത്ത് അടിക്കുക. ഇതിങ്ങനെ അടിച്ചു. അതിൻ്റെ ഉള്ളിൽ കുറച്ച് സ്പേസ് ഇട്ടിട്ട് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് ഇങ്ങനെ ഒരു ചെറിയ കട്ടിടുക. നമ്മൾ ഈ വെച്ച സ്റ്റിഫ് ഉണ്ടല്ലോ, അതുമ്മലാണ് നമ്മളൊരു പതിച്ചടി കൊടുക്കുക. ഇതാണ് നമ്മുടെ ബാക്കിൻ്റെ ഒരു സൈഡിൽ നമ്മൾ നെക്ക് വെച്ചു. ഇതുപോലെ നമ്മൾ ബാക്കിൻ്റെ മറ്റേ സൈഡിലും ഫ്രണ്ടിലൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ കഴുത്ത് വയ്ക്കുക. അപ്പം നമ്മൾ കഴുത്തിന് കണ്ടാ, കഴുത്തിൻ്റെ സ്റ്റിഫ് വയ്ക്കൽ കഴിഞ്ഞു നമ്മുടെ കേട്ടോ. അപ്പോൾ ദേ ഫ്രണ്ട് കഴുത്ത് ദേ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞു. ബാക്ക് കഴുത്തൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, നമ്മൾ ഷോൾഡർ കൂട്ടണം. നല്ല വശം ചേർത്ത് വെച്ചിട്ട് നമ്മൾ ഈ കഴുത്തിന് വെച്ച പട്ടയുണ്ടല്ലോ, അതിങ്ങോട്ട് നിവർത്തി പിടിക്കുക. നമ്മൾ ഒരുമിച്ച് വെച്ചിട്ട് ഷോൾഡർ കൂട്ടണം.
നമ്മൾ ഷോൾഡർ അടിച്ചു കഴിഞ്ഞിട്ട് നമ്മളിത് ഹെമ്മിങ് ചെയ്യുമ്പോൾ ഈ ഷോൾഡർ ഇങ്ങനെ വിടർത്തി വെച്ചിട്ട് മടക്കിയിട്ട് നമ്മൾ കഴുത്തിൻ്റെ പട്ട ഹെമ്മിങ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ വൃത്തിയായി. ഇനി നമ്മൾ ചെയ്യാൻ പോണത് സിബ്ബാണ് വെക്കണത്. നമ്മൾ ഇൻവിസിബിൾ സിബ്ബാണ് വെക്കണത്. അപ്പോൾ നമ്മൾ ഈ ബോഡി പോർഷനിൽ വെച്ചിട്ട് സിബിൻ്റെ ബാക്കി ലെങ്ത്ത് നമ്മൾ ഈ സ്കേർട്ടിൻ്റെ ഭാഗത്തേക്കും കൂടെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. എന്നാലേ നമ്മൾ ബോഡി നല്ല കറക്റ്റ് ഷേപ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് ഈ ഉടുപ്പ് താഴോട്ട് ഇറക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ബോഡിയിൽ മാത്രം വെച്ചാൽ പോരാ, താഴെയുള്ള സ്കേർട്ടിലേക്കും കൂടെ നമ്മൾ സിബ്ബ് വയ്ക്കണം. നമ്മൾ ഇൻവിസിബിൾ സിബ്ബ വയ്ക്കണേ. അത് മറച്ചു പിടിച്ചിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ ആദ്യം ചേർത്തടിക്കണില്ല. നമ്മളിവിടെ ഒരു മടക്കാനായിട്ട് കൂടുതലിട്ടുണ്ടല്ലോ, ഒരു 3/4 ഇഞ്ച്. അവിടെ നമ്മൾക്ക് ഈ സിബിൻ്റെ ഇത് വരണം. നമ്മൾ ഫ്രീ ആയിട്ട് നമുക്ക് ഈ ഫൂട്ട് വെച്ചിട്ട് നമുക്ക് സിബ് വയ്ക്കാൻ പറ്റില്ല, ഇൻവിസിബിൾ സിബ് വയ്ക്കാൻ പറ്റില്ല. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ആദ്യം നിങ്ങൾ റഫായിട്ട് ഒരു അടി അടിച്ചിടുമ്പോൾ നമുക്ക് ഈ ഫൂട്ട് വെച്ചടിക്കാം. അപ്പം നമ്മൾ ഈ സിബ് ചേർത്തടിക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ റഫായിട്ട് അതിൻ്റെ കറക്റ്റ് സ്ഥാനത്ത് വെച്ചടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ സൈഡ് അടിച്ച പോലെ ഈ സൈഡിലും നമ്മൾ റഫായിട്ട് അടിച്ചിടണം കേട്ടോ. നമുക്ക് ഫിനിഷിങ്ങിൽ അടിക്കാൻ ഫൂട്ട് മാറ്റിയിട്ടിട്ട് വേണം അടിക്കാൻ. അപ്പോൾ നമ്മൾ സാധാരണ ഫൂട്ട് വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇൻവിസിബിൾ സിബ് ഞാൻ വെക്കുകയാണ്. നമ്മൾ ഫൂട്ട് മാറ്റിയിട്ടിട്ടാണ് ഇപ്പോൾ വെക്കണത്. ഇത് ഫിനിഷിങ്ങിലുള്ള സ്റ്റിച്ചിങ് ആണ്. ഇനി ഇൻവിസിബിൾ സിബ് വയ്ക്കാൻ അറിയാത്തവർക്ക് വിശദമായിട്ട് ഒരു അറിയണമെന്ന് ആഗ്രഹമുള്ളവർ കമൻറ്റ് ചെയ്താൽ ഒരു ദിവസം ഞാൻ ഇൻവിസിബിൾ സിബ് വയ്ക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആവശ്യക്കാർ കമൻറ്റ് ചെയ്യണം കേട്ടോ. സിബ് കണ്ടോ, തയ്ച്ചത് കണ്ടോ, ഇതിനോട് കൂടെ ചേർന്നാണ് ഇപ്പം നമ്മൾ അപ്പം ഞാൻ ഇൻവിസിബിൾ സിബ് ഞാൻ വെച്ചു. നമുക്ക് ശരിയായി ഒന്ന് നോക്കാം കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് ഇൻവിസിബിൾ സിബ് വെച്ചത്. ഷോൾഡർ കൂട്ടിയടിച്ചു, സിബ് വെച്ചു. ഇനി നമ്മൾ സൈഡിൽ വണ്ണം യോജിപ്പിക്കണം കേട്ടോ. നമ്മളിവിടെ അടയാളിട്ടുണ്ടല്ലോ, ഈ 2 സൈഡും ഇങ്ങനെ ചേർത്ത് അടിക്കുക. ഇനി നമ്മൾ സ്ലീവ്ലെസ് ആണ്. ഈ ഒരു ക്രോസ് പീസ് സ്ലീവ്ലെസ്സിൽ എങ്ങനെയാണ് വെക്കുന്നത് എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഞാനൊരു ബ്ലൗസിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിൽ ഉണ്ട്. നിങ്ങൾക്ക് അതിൽ നോക്കാം. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നത്, അതുകൊണ്ട് ഞാൻ പ്രത്യേകം ആ വീഡിയോ കാണിക്കുന്നില്ല. പോർഷൻ പണി കഴിഞ്ഞു. ഇനി നമ്മൾ താഴോട്ടുള്ള സ്കേർട്ടിൻ്റെ ഭാഗമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച സാറ്റിൻ തുണിയാണ് എടുത്തിരിക്കുന്നത്. അതിങ്ങനെ 2 പീസാണ്. അത് രണ്ടും കൂടെ നമ്മളൊന്ന് യോജിപ്പിക്കണം. ഒരു വശം നമ്മൾ യോജിപ്പിക്കണം കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ അരവണ്ണം 22 ഇഞ്ചാണ് അരവണ്ണം. അപ്പോൾ അതിൻ്റെ പകുതി 11, ഫ്രണ്ട് ഭാഗം 11 ഇഞ്ചാണ്. 11 ഇഞ്ചിൽ നമ്മൾ 4 ബോക്സ് ഫ്ലീറ്റാണ് ഇടണേ. 2.25 ഇഞ്ച് വീതിയിലുള്ള 4 ഫ്ലീറ്റ് ഇടുമ്പോൾ ഫ്രണ്ട് പോർഷനിൽ 11 ഇഞ്ച് അരവണ്ണം. അപ്പോൾ ഇതിൻ്റെ പകുതി തുണീനെ
4 ഫ്ലീറ്റ് വേണ്ടതുകൊണ്ട് നമ്മൾ 4 ഡിവൈഡ് ചെയ്യണേ. നമ്മൾ 2 മടക്കിയിട്ട് ഒരു കട്ടിട്ട് കൊടുക്കുക. അതിന് വീണ്ടും ഫോൾഡ് ചെയ്യുക. അവിടെ നമ്മളൊരു അടയാളം ഇട്ട് കൊടുക്കുക. അങ്ങനെ 4 പീസാക്കിയിട്ട് ഒരു പീസിന് 2.25 ഇഞ്ച് വീതിയിലുള്ള ബോക്സ് പ്ലേറ്റ് ആക്കുക. നമുക്ക് വീണ്ടും യോജിപ്പിച്ച് പോകാനുള്ള സ്ഥലം. ബാക്കി നമുക്ക് വരുന്നത് 7.25 ഇഞ്ച് ഉണ്ട്. അതിൻ്റെ സെൻറ്റർ 3.1. ഇനി നമ്മൾ 2.25ൻ്റെ പകുതി എടുക്കുക. ഇതാണ് 2.25. 2.25ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ ഇവിടെ വെച്ചു, ഇവിടെ ഒരു അടയാളം ഇട്ടു. നമ്മൾ ചെയ്യേണ്ടത് ഒരു ഫ്ലീറ്റ് ഇടുന്നത് ഞാൻ നിങ്ങളെ കാണിക്കുന്നുള്ളൂ. ഇതുപോലെ നിങ്ങൾ പകുതി പോർഷനിൽ 4 ഫ്ലീറ്റ് ഇടുക, ബാക്കി വരുന്ന പകുതിയിൽ 4 ഫ്ലീറ്റ് ഇടുക. അങ്ങനെ ടോട്ടൽ 8 ഫ്ലീറ്റ് വരുമ്പോൾ ഉടുപ്പിൻ്റെ അരവണ്ണം കറക്റ്റായി. ഒരു ഫ്ലീറ്റ് ഞാൻ ഇട്ടു. ഇതുപോലെ 4 ഫ്ലീറ്റ് ഫ്രണ്ട് പോർഷനിലും 4 ഫ്ലീറ്റ് ബാക്കിലും ഇട്ട് കഴിഞ്ഞാൽ അരവണ്ണം കറക്റ്റായി. അപ്പോൾ ഞാൻ ഒരു ഫ്ലീറ്റ് ഇട്ടു. ഇനി ഞാൻ രണ്ടാമത്തെ ഫ്ലീറ്റ് ഇടുന്നു. നമ്മൾ ഈ 2.25 സെൻറ്ററിലാണ് നമ്മൾ 2.25 അടയാളപ്പെടുത്തിയോണേ. അവിടെ നിന്ന് എടുത്തിട്ട് ഇതിനോട് ചേർത്ത് വെച്ചു. 2.25 എടുത്തിട്ട് അടുത്ത സ്ഥലത്തേക്ക് വെച്ചു. ഇങ്ങനെയാണ് നമ്മൾ ഫ്ലീറ്റ് ഇടുന്നത്. അപ്പോൾ അതെ 2 ഫ്ലീറ്റായി. ഇതടിക്കുമ്പോൾ നിങ്ങൾ ഒട്ടും വലിച്ചു പിടിക്കരുത്. നമ്മൾ ക്രോസ് വെട്ടിയിട്ടുള്ള കാരണം ഇതിങ്ങനെ നീളം വെച്ച് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് വലിയില്ല. സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ചത് സ്റ്റിച്ച് ചെയ്യണം. നമ്മുടെ പകുതി പോർഷനിൽ 2.25 2.25 2.25 2.25 ടോട്ടൽ 11 ഇഞ്ചിൽ ഫ്രണ്ട് പോർഷനിലേക്കുള്ള ഫ്ലീറ്റ് ഇടൽ കഴിഞ്ഞു. അതുപോലെ ഇനി ബാക്കി വരുന്ന പകുതി തുണിയിൽ ഇതേപോലെ തന്നെ 4 ഫ്ലീറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഉടുപ്പിൻ്റെ റൗണ്ട് കറക്റ്റ് അളവാണ് വരിക കേട്ടോ. ഒട്ടും കൂടുതലുണ്ടാവില്ല. അപ്പം നമ്മൾ സാറ്റിൻ തുണിയിൽ നമ്മൾ ഫ്ലീറ്റ് ഇടൽ കഴിഞ്ഞു. 2.25 2.25 2.25 അങ്ങനെ 4 ഫ്ലീറ്റ് ഇട്ടപ്പോൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ ഭാഗത്തേക്കുള്ളതായി. പിന്നെ നമ്മൾ 4 ഫ്ലീറ്റ് ഇട്ടു ബാക്കിലേക്ക്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, 2 ഫ്ലീറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഗ്യാപ്പ് ഇടണം 1 ഇഞ്ച്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ സിബ് ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ സ്കേർട്ടിലേക്കും കൂടെ സിബിന് വേണ്ടിയിട്ട് ഇവിടെ ഓപ്പണിങ് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 1 ഇഞ്ച് ഇവിടെ തയ്യൽ തുമ്പ് ഇടണം. ഞാൻ ഇത്രയും വിശദമായിട്ട് പറയുന്നത് ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ്, അറിയാത്തവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് പറയുന്നത്. ഇവിടെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വീണ്ടും നമ്മൾ 2 ഫ്ലീറ്റും കൂടെ നമ്മൾ കൊടുത്തു. ഇനി നമുക്ക് ഈ ബാലൻസും കൂടിയിട്ട് നമുക്കിങ്ങനെ യോജിപ്പിച്ചാൽ ഇത് സാറ്റിൻ തുണിയുടെ അടിവശത്തേക്കുള്ള സ്കേർട്ടിൻ്റെ പണി കഴിഞ്ഞു.
അപ്പം നമ്മുടെ സാറ്റിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഇതേ വീതിയിൽ 2.25 ഇഞ്ചിൽ ഫ്ലീറ്റ് 8 എണ്ണം നല്ല തുണിയിലും ഇത് ചെയ്ത അതേപോലെ തന്നെ നമുക്ക് നല്ല തുണിയിലും ചെയ്യാം. ഈ ഇവിടുത്തെ നല്ല തുണിയിലും അതുപോലെ തന്നെ ഞാൻ ഫ്ലീറ്റ് ഇട്ടു കേട്ടോ. ഇതാണ് നല്ല വശം. ഞാനിവിടെ ഫ്ലീറ്റ് ഇട്ടു. അതിനും ഞാൻ ഒരു ഫ്ലീറ്റിൻ്റെ ഇടയിൽ 1 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ നല്ല തുണിയും ഈ സാറ്റിനും കൂടെ യോജിപ്പിക്കുകയാണ് കേട്ടോ. ഞാനിത് അരയിൽ യോജിപ്പിച്ചിട്ട് കാണിച്ചു തരാം. ഒരിഞ്ച് ഗ്യാപ്പ് നല്ല തുണിക്ക് ഇട്ടുണ്ട്, സാറ്റിന് 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടുണ്ട്. അത് രണ്ടും നമ്മൾ ഒരുമിച്ച് വരുന്ന രീതിയിൽ പിടിക്കുക. അങ്ങനെ ഫുൾ റൗണ്ട് അടിക്കുക. അങ്ങനെ നമ്മൾ സാറ്റിനും നല്ല തുണിയും കൂടിയിട്ട് അരയിൽ ജോയിൻ്റ് ചെയ്തു. സിബ് ഓപ്പൺ ചെയ്യാൻ പോണ സ്ഥലത്ത് ആദ്യം തന്നെ ഈ 2 തുണിയും കൂടിയിട്ട് ജസ്റ്റ് ഒരു സ്റ്റിച്ച് ഇട്ടിട്ട് ഇതിനെ നമ്മൾ 2 തുണിയും കൂടെ ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സ്റ്റിച്ച് വെറുതെ ഇട്ട് കൊടുക്കുക. നമ്മൾ സ്കേർട്ടിൻ്റെ ഭാഗത്ത് സിബ് ഓപ്പൺ ചെയ്യാൻ ഒരു ചെറിയൊരു കോട്ടൻ്റെ പീസ് എടുത്തിട്ട് 3 സൈഡ് ഞാനിങ്ങനെ മടക്കി അടിച്ചു. എന്നിട്ട് ഇത് കമഴ്ത്തി വെച്ചിട്ട് ഇതിൻ്റെ നല്ല ഭാഗവും നമ്മൾ ഈ സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടില്ലേ, ഇതിൻ്റെ നല്ല ഭാഗവും നമ്മൾ ചേർത്ത് വയ്ക്കുക. എന്നിട്ട് 1/4 ഇഞ്ച് അപ്പുറത്തോട്ട് നീക്കിയിട്ട് തുണിയുടെ സെൻറ്ററൊക്കെ നോക്കിയിട്ട് നമ്മളിങ്ങനെ പൊന്തിക്കുമ്പോൾ ഈ തുണി നീങ്ങി പോവാതിരിക്കാനാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തോണ്ട്. ഇതാ ഇവിടെ നമ്മളൊരു ഓപ്പൺ ചെയ്യാണ്. ഇങ്ങനെ ഒരു വി ഷേപ്പിൽ നമ്മളിങ്ങനെ അടിച്ച് ഇവിടെ സൂചി കുത്തി നിർത്തിയിട്ട് നമ്മൾ തിരിച്ച് ഇങ്ങനെ അടിക്കുക. ഇങ്ങനെ ആദ്യം നടുക്കിലത്തെ സ്റ്റിച്ച് നമ്മൾ ആദ്യം തയ്ച്ചതാണ്. ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് നമ്മളിതിൻ്റെ സെൻറ്റർ കട്ട് ചെയ്യുക. നമ്മൾ ഈ വെച്ച തുണീനെ പതിച്ചടിച്ച് കൊടുക്കുക. അപ്പോൾ ഈ സിബ് ഓപ്പൺ ചെയ്യാനുള്ള ഭാഗം നമ്മുടെ ഫിനിഷായി. ഇനി നമ്മളിതുമ്മ ബോഡി ഭാഗം യോജിപ്പിക്കാൻ പോവാണ് കേട്ടോ. അപ്പം നമ്മൾ ബോഡി അറ്റാച്ച് ചെയ്യുമ്പോൾ അപ്പം നമ്മൾ നേരത്തെ സിബ് നമ്മുടെ അളവ് ശരിയാവാൻ വേണ്ടി സിബ് നമ്മൾ ഇവിടം വരെ യോജിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി സ്കേർട്ട് പിടിപ്പിക്കാൻ നേരത്ത് സിബിനെ കുറച്ച് പിടിയിക്കണം. അപ്പോൾ ഈ നിൽക്കുന്ന നമ്മുടെ കൂടുതൽ നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗത്ത് നമ്മളിപ്പോൾ ഈ ഒരു തുണി വെച്ചിട്ട് ഓപ്പൺ ചെയ്തില്ലേ, ഈ തുണിയാണ് ഇവിടെ നിൽക്കേണ്ടത്. അത് നിങ്ങൾ അത് നമുക്ക് അളവിൽ പെടാത്തതാണ്. അത് നമ്മൾ കൂടുതലായിട്ട് പുറത്തേക്ക് നിൽക്കാൻ അവിടെ തന്നെ നമ്മുടെ സിബ് വരാൻ വേണ്ടിയിട്ട് ഈ നിൽക്കുന്ന തുണി ഇവിടെയും ഈ കൂടുതൽ നിൽക്കുന്ന തുണിയും കൂടെ ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ നമ്മൾ കറക്റ്റ്
അരയുടെ റൗണ്ട് ഇത് ഫുൾ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഇത് 2 ലെയർ തുണിയുള്ള കാരണം ഒത്തിരി സ്ലോവിൽ അത് തയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ, കാരണം ഇത് ഓവർ വെയിറ്റ് കൂടി തുടങ്ങി. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് വെച്ചിട്ട് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, സ്കേർട്ടിൻ്റെ ജോയിൻ്റ് ഇവിടെ നിൽക്കുന്നത് അരയുടെ ജോയിൻറ്റും ബോഡി പോർഷൻ്റെ ഈ സൈഡിലെ ജോയിൻറ്റും ഒപ്പത്തിനൊപ്പം വരണം. അത് ശ്രദ്ധിച്ചിട്ട് നമ്മൾ ഇങ്ങനെ അര ഇത് അപ്പം നമ്മൾ ലാസ്റ്റ് വന്നപ്പോൾ ഈ കൂടുതൽ നിൽക്കുന്ന ഭാഗവും ഈ കൂടുതൽ നിൽക്കുന്ന ഭാഗവും ഒപ്പത്തിനൊപ്പം കേട്ടോ. അതങ്ങനെ ശ്രദ്ധിച്ച് നമ്മളിത് യോജിപ്പിക്കുക. അപ്പോൾ നമ്മുടെ സ്കേർട്ടിൻ്റെ ഭാഗം യോജിപ്പിച്ചു. ഇനി നമ്മൾ ഇപ്പുറത്ത് നമ്മൾ ഈ സിബ് ഇപ്പം നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അപ്പം നമ്മൾ ഈ ബോഡി ഭാഗത്ത് നമ്മൾ സിബ് വെച്ച് അടിച്ചിട്ടുണ്ട്. ഇനി ഈ കാണുന്ന സിബ് ഈ കുറച്ച് സ്ഥലത്തും കൂടെ ഈ തുണിയിൽ നമ്മൾ മുൻപ് മുകളിൽ നമ്മൾ സിബ് അറ്റാച്ച് ചെയ്തില്ലേ, അതായത് ഇവിടെ നമ്മൾ ഫൂട്ട് മാറ്റിയിട്ടിട്ട് നമ്മൾ ഇവിടം വരെ അടിച്ചുല്ലോ, അതേ പ്രോസസ്സ് നമ്മളിത് ഈ അറ്റം വരെ അടിക്കുക. 2 ഭാഗത്തും അങ്ങനെ അടിച്ച് കഴിയുമ്പോൾ സിബിൻ്റെ പണി കഴിഞ്ഞു. നമ്മൾ സാറ്റിൻ്റെ അടിവശം അടിക്കണം കേട്ടോ. ആദ്യം ഒരു 1/4 ഇഞ്ചിൽ ഒരു പ്രാവശ്യം തയ്ക്കുക. ഒരു റൗണ്ട് ഫുള്ള് ഇതുപോലെ അടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ രണ്ടാമത്തെ റൗണ്ട് വീണ്ടും മടക്കുക, അല്ലെങ്കിൽ അടിവശം ഇങ്ങനെ പിരിഞ്ഞ് പോകും തുണി ക്രോസ് ആയതുകൊണ്ട്. അതുകൊണ്ട് ഒറ്റയ്ക്ക് അടിക്കണം. പിന്നെ നമുക്ക് നല്ല തുണിക്ക് നെറ്റിനാണെങ്കിൽ നമുക്ക് അടിവശം മടക്കി അടിക്കണ്ട. അപ്പോൾ നമ്മളിനി കോട്ടൻ്റെ ലൈനിങ് എടുത്തു. നമ്മൾ 2 ലെയർ വെട്ടിയിട്ടുണ്ടായിരുന്നു, അത് രണ്ടും കൂടെ ആദ്യം യോജിപ്പിക്കുക. അത് യോജിപ്പിച്ച് കഴിയുമ്പോൾ നമ്മളിതിൻ്റെ അടിവശം മടക്കി അടിക്കുക. 1/2 ഇഞ്ചും കൂടിയിട്ട് 1 ഇഞ്ച് അടിവശം മടക്കി അടിക്കുക. ഇനി നമ്മൾ സ്റ്റിഫ് നെറ്റ് എടുത്തു. അപ്പോൾ അതിൻ്റെ അടിയിൽ നിൽക്കുന്ന ഭാഗം കട്ട് ചെയ്ത ഭാഗത്തിന് വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു 1/4 ഇഞ്ചിൻ്റെ വൈറ്റ് തന്നെ എടുക്കുക. സാറ്റിൻ റിബൺ 1/4 ഇഞ്ച് വീതിയിലുള്ളത് ഈ അറ്റത്ത് ഇതിൻ്റെ എൻ്റെ ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് നമ്മളിതുമ അറ്റാച്ച് ചെയ്യുക. ഇതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ, നമ്മൾ വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം. കണ്ടോ, അപ്പോൾ നമ്മൾ സ്റ്റിഫ് നെറ്റിൽ ലൈസ് പിടിപ്പിക്കൽ കഴിഞ്ഞു. ഇനി നമ്മൾ ആദ്യം നമ്മൾ അരികടിച്ച് വെച്ച കോട്ടൺ തുണി ഉണ്ടല്ലോ, അത് ഇവിടെ നിന്ന് കറക്റ്റ് 1 ഇഞ്ചെങ്കിലും 1 2 ആയാലും കുഴപ്പമൊന്നുമില്ല, ഒപ്പത്തിനൊപ്പമല്ല, ഈ തുണിയേക്കാൾ കുറച്ച് കയറ്റി വെച്ചിട്ട് നമ്മളിതിവിടെ നമ്മുടെ തുണിയുടെ നീളവും സ്റ്റിഫ് നെറ്റിൻ്റെ നീളമൊക്കെ നോക്കിയിട്ട് അതിനൊന്നും പ്രത്യേകിച്ചൊരു മെഷർമെൻ്റ് ഒന്നും വേണമെന്നില്ല. ചെറിയ ചെറിയ ഫ്ലീറ്റുകൾ
കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട്, ഇതിപ്പോൾ ചെറിയ കുട്ടികൾക്കാണ് തയ്ക്കണത്, അതുകൊണ്ട് അത്രയ്ക്കധികം തിക്കായിട്ട് വെക്കണ്ട. ഞാനിവിടെ കുറച്ച് വീതിയിൽ തന്നെ ഫുള്ളായിട്ട് പ്ലീറ്റ്സ് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ സൈഡ് യോജിപ്പിക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ സാറ്റിനും നല്ല തുണിയും കൂടിയിട്ട് ബോഡിയിൽ അറ്റാച്ച് ചെയ്തുല്ലോ, അതുപോലെ തന്നെ ആ സ്റ്റിച്ചിൻ്റെ മേലെ കൂടെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ ചെയ്ത ചെറിയ ചെറിയ ഫ്ലീറ്റ്സ് ഇട്ടിട്ടുള്ള ഈ കോട്ടൺ തുണിയും കൂടി ഉൾഭാഗത്ത് വെച്ചിട്ട് ഇതും കൂടെ നമ്മൾ അരയിൽ അറ്റാച്ച് ചെയ്യുക. ഇതിന് പ്രത്യേകിച്ചൊരു മെഷർമെൻ്റ് ഒന്നും വേണ്ട, ചെറിയ ചെറിയ ഫ്ലീറ്റ്സ് ഇട്ടാൽ മതി. അപ്പം നമ്മൾ ഈ താഴത്തേക്ക് സ്കേർട്ടിൻ്റെ ഭാഗത്തേക്ക് ഓപ്പൺ ചെയ്ത് കൊടുത്ത് സിബ് നമ്മൾ അറ്റാച്ച് ചെയ്തു കേട്ടോ. ഇതാ സിബ് നമ്മൾ ഇതാ ഇവിടെ വരെ ഓപ്പൺ ചെയ്താൽ ഫ്രീ ആയിട്ട് ഉടുപ്പിടാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഉടുപ്പിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉടുപ്പിൻ്റെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഒരു ലെയർ നെറ്റ്, രണ്ടാമത്തെ ലെയർ സാറ്റിൻ, മൂന്നാമത്തെ ലെയറിൽ സ്റ്റിഫ് നെറ്റാണ് ആദ്യം കാണുന്നത്. കോട്ടൺ തുണി നമ്മുടെ ശരീരത്തോട് യോജിച്ച് നിൽക്കും കേട്ടോ. അങ്ങനെ 4 ലെയർ. ഉടുപ്പിൻ്റെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ബാക്കിൽ ഒരു ബോ വയ്ക്കും. അങ്ങനെ ഈ ഉടുപ്പിൻ്റെ ആ കുട്ടി വന്നിട്ട് ഇട്ട് നോക്കിയിട്ടുള്ളൊരു ഫോട്ടോ കൂടി ഞാൻ കാണിക്കാം.